ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഇവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം. മോശ തൻ്റെ മരണത്തിനു മുൻപ് ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുകയാണ്, അഥവാ ആശീർവദിക്കുകയാണ്. യഹോവയായ ദൈവം പറഞ്ഞു, നിൻ്റെ സമയമെടുത്തു. യോശുവയെ ആ കാര്യങ്ങളൊക്കെ ഫലമേൽപ്പിച്ചു. അതിനുശേഷം മോശ മരിക്കാൻ പോകുന്നതിന് മുൻപ് ജനത്തെ ആശീർവദിക്കുകയാണ്. ഇവിടെ മോശയ്ക്ക് നിരാശയോ ദുഃഖമോ പരിഭ്രമമോ ഒന്നുമില്ല. സന്തോഷത്തോടെ മരിക്കുവാൻ മോശ തയ്യാറാവുകയാണ്. ഏതൊരു മനുഷ്യ ജീവിതത്തിൻ്റെയും ധന്യത അവസാനം സന്തോഷത്തോടെ തലമുറകളെ അനുഗ്രഹിച്ച് മരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. താൻ ആഗ്രഹിച്ച പ്രകാരം വാഗ്ദത്ത നാട്ടിൽ തനിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അതിൽ മോശ ഒട്ടും ഇവിടെ നിരാശപ്പെടുന്നില്ല. കാരണം ദൈവം മോശയെ കരുതുമെന്നുള്ള ഉത്തമ വിശ്വാസം മോശയ്ക്കുണ്ട്. നമ്മൾ മനസ്സാഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിൽ നടന്നു കിട്ടണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. ദൈവഹിതമായിട്ടുള്ളതൊക്കെ നമ്മൾ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകളിലൂടെ ദൈവം അത് പൂർത്തീകരിച്ചുകൊള്ളും. ഇവിടെ 2-3 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് മോശ എങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കാണുന്നുവെന്നുള്ളതും എങ്ങനെ അത് ലഭിച്ചു എന്നുള്ളതും മോശ പറയുകയാണ്. തൻ്റെ ജീവിത അനുഭവമാണല്ലോ. ദൈവം തന്നെ വിളിക്കുമ്പോൾ തനിക്ക് കൽപ്പന തന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് സീനായിൽ നിന്ന് വന്നു നമുക്കായി ഉദിച്ചു. കാരണം ദൈവം ഒരു വെളിച്ചമാണ്, പ്രകാശമാണ്. ആ വലിയ പ്രകാശം നമുക്കായിട്ട് സീനായി മലയിൽ വന്ന് ഉദിച്ചു. പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു. വിശുദ്ധരുടെ 10,000-ങ്ങളോടൊത്ത് വന്നു. നമുക്കായി അവിടുത്തെ വലതുഭാഗത്ത് നിന്ന് ജ്വലിക്കുന്ന നിയമങ്ങൾ പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിന്ന് കത്തുന്ന 10 നിയമങ്ങൾ നമുക്ക് വേണ്ടി ദൈവം പുറപ്പെടുവിച്ചു. അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു. തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിൽ ആയിരുന്നു. അവരുടെ തൃപ്പാദത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ചു. ഇതിൽ പറയുന്നു, മോശ നൽകിയതായ ഈ നിയമം യാക്കോബിന് പിതൃസ്വത്താണ്, അഥവാ അവകാശമാണ്. യാക്കോബ് എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ്. അത് അവരുടെ അവകാശമാണ്. ദൈവം തന്നതായ ഈ നിയമങ്ങൾ ദൈവത്തോടുള്ള വലിയ ബന്ധത്തെയാണ് ഈ നിയമം കാണിക്കുന്നത്. അതോ ദൈവത്തോടുള്ള ഈ നിയമം അനുസരിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം അവർ പ്രകടമാക്കുകയാണ്. ഈ നിയമം ലംഘിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അവർ അകലുന്ന ഒരനുഭവത്തിലേക്ക് അവർ ആയിത്തീരും എന്നുള്ളതാണ്. ഇന്ന് പുതിയ നിയമത്തിൽ നമുക്കിതൊക്കെ ദൈവവചനമായി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. പിതാക്കന്മാരാൽ, അപ്പസ്തോലന്മാരാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങൾ എഴുതപ്പെട്ട് ഇന്ന് ദൈവവചനമായി നമ്മുടെ കരങ്ങളിൽ അത് ആയിരിക്കുന്നു. അത് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യം മുന്നിൽ കണ്ടുകൊണ്ട് വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകും. നമ്മൾ ആരോടൊക്കെ പറയുന്നു അവർക്കൊക്കെ അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി ഭവിക്കുമെന്നുള്ളതാണ്. ഇന്നും ആ വലിയ വെളിച്ചം, അതുകൊണ്ട് ആ സംഗീതക്കാരൻ അതിൻ്റെ വചനം എൻ്റെ പാതകൾക്ക് വിളക്കാണ്, എൻ്റെ ഊടുവഴികൾക്ക് അതൊരു വലിയ പ്രകാശമാണ്. നമ്മൾ ജീവിക്കുന്ന ഭൂമി അന്ധകാരം നിറഞ്ഞതാണ്. പൈശാചിക പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും നേരിടേണ്ടതാണ്. അവിടെ ഒരു വലിയ വെളിച്ചമാണ് ദൈവവചനം. അത് പിതാക്കന്മാർ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മ പ്രേരിതമായിട്ട് എഴുതിയതാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. പഴയ നിയമം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതുപോലെ പുതിയ നിയമം, പുതിയ നിയമസഭയായ നമുക്ക് ദൈവം കനിഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിച്ചിരുന്ന ജനത്തിന് ഈ ഗ്രന്ഥം കൈകളിലെടുക്കുവാനോ വായിക്കുവാനോ ഒന്നും അവസരം ലഭിച്ചിരുന്നില്ല.
എന്നാൽ നമുക്കിന്ന് ഈ യുഗത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാം അതിനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവവചനത്തെ ഏറ്റവും വിലയുള്ളതായി കണ്ടുകൊണ്ട് നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയാകണം. മോശയെ പോലെ പ്രത്യാശയോടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ നമുക്കിടയായിത്തീരണം. നമ്മൾ മനസ്സാഗ്രഹിച്ചതെല്ലാം നടക്കണമെന്ന് വാശി പിടിക്കാതെ ദൈവം എന്താണോ നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതും പ്രകാരം മാത്രം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് ഇടയായിട്ട് തീരണം. നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ നമുക്കിടയായി തീരണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് തക്കതായൊരു നല്ല അന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവവചനമാകുന്ന വെളിച്ചം എന്നും വായിച്ച് ദൈവത്തോട് ചേർന്ന് ഈ ഭൂമിയിലെ അന്ധകാരമയമായ ഭൂമിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.